നമസ്കാരം. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റായിട്ട് വന്നേക്കുന്നത് ഇത് നമ്മുടെ വുമൺസ് ഡേ പ്രമാണിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു 5-8 വുമൺ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനിതാ ദേവി. അദ്ദേഹം ഇൻകം ടാക്സ് ഓഫീസറാണ്. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ആൾ തന്നെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, ലിറിസിസ്റ്റാണ്. അതേപോലെ തന്നെ ആൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ആൾ മകനെ IIM ഇൻഡോറിൽ +2 കഴിഞ്ഞപ്പോൾ തന്നെ ആളെ ഡിഗ്രിക്ക് ഉണ്ടാക്കി. ആൾ IIM പഠിച്ച് പാസ്സായി നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ജീവിക്കുന്നു. അതേപോലെ തന്നെ ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പോൾ ശ്രീ നിർമ്മല സീതാറാം ഫിനാൻസ് മിനിസ്റ്ററിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റോറിയസ് സർവീസിൻ്റെ ഒരു അവാർഡ് അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. ഇതിന് കിട്ടാനുള്ള കാരണം ആളുടെ ജോലിയിലുള്ള പ്രൊഫഷണൽ സപ്പോർട്ട്, അതേപോലെ ഒത്തിരി കോവിഡ് ടൈമിലൊക്കെ ഒത്തിരി വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയിട്ടുണ്ട്. അതേമാതിരി കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഓഫീസിൽ ഭയങ്കരമായിട്ട് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഓൾറൗണ്ടർ തന്നെയാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അനിതാ മാമിൻ്റെ ഒപ്പം ഇരുന്നിട്ട് നമുക്കൊരു എന്താണ് ഒരു വുമൺ കരിയർ ലൈഫിൽ ഇവരിൽ അഡ്വൈസ് എടുക്കാൻ പറ്റും, അതേപോലെ മണി ലൈഫിൽ എങ്ങനെ അഡ്വൈസ് എടുക്കാൻ പറ്റും, ഫാമിലിയും കരിയറും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ മാമിൻ്റെ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മാമിനോട് ഇൻ്റർവ്യൂ ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. മാം ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ കുഞ്ഞിലേ തുടങ്ങി എങ്ങനെ ഈ ജോലിയിലേക്ക് എത്തി, ഇപ്പം എങ്ങനെ ചെയ്യുന്നു, അതൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമസ്കാരം. ഞാൻ അനിതാ ദേവി. ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ് എറണാകുളത്ത്. ഞാൻ എൻ്റെ സ്വദേശം കോട്ടയമാണ്. ചൈൽഡ്ഹുഡിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, എഡ്യൂക്കേറ്റഡ് ഫാമിലിയിൽ തന്നെയായിരുന്നു. അച്ഛനും അമ്മയും ഒരു സഹോദരനുമായിരുന്നു. എഡ്യൂക്കേഷൻ ഡിഗ്രി മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. PG MCA ആണ്, കമ്പ്യൂട്ടർ സയൻസാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അതിനുശേഷം അധികം വൈകാതെ ജോലി കിട്ടി ഇവിടെ. ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായിരുന്നു കുറച്ച് നാൾ. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു. ഏതാണ്ട് ഒരു 1 ഇയറിന് ശേഷം മാരേജ് നടന്നു എറണാകുളത്ത് തന്നെ. ഓക്കെ. അപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഒരു മകനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആള് അതിൽ എനിക്ക് ആദ്യത്തെ കേസ് വെച്ചാൽ ഇപ്പോഴത്തെ എങ്ങനെയായിരുന്നു ആ എൻട്രൻസ് ക്രാക്ക് ചെയ്തതും. ഇത് സെൻട്രൽ ഗവൺമെന്റ് അല്ലേ? ആദ്യം സ്റ്റേറ്റ് ഗവൺമെന്റ് എൻട്രൻസ് പാസ്സായിട്ടാണോ? അതെ, സ്റ്റേറ്റ് ഗവൺമെന്റിൽ ജോലി ചെയ്തു. ഒരു വർഷത്തിൽ താഴെയുള്ള ജോലി ചെയ്തുള്ളൂ. ഓക്കെ. അതേത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? അത് ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നു, KCB. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ടെസ്റ്റ് എഴുതി ഒരുപാട് നിരവധി ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്തായിരുന്നു. അതിനകത്തൊന്ന് ഇത് ബെസ്റ്റായിട്ട് തോന്നി. ഇത് തന്നെ ഫൈനലിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് സർക്കാർ ജോലി ചെയ്യുമ്പോഴൊരു ബെനിഫിറ്റ് എന്താണ്? സർക്കാർ ജോലി ഓഫ് കോഴ്സ് അതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്റ്റ് ആണ്. കുറച്ച് മൈനസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റ് സെക്യൂരിറ്റി തന്നെയാണ്. സെക്യൂർഡ് ആണ് നമ്മൾ ലൈഫ് ലോങ്. ഈവൻ ആഫ്റ്റർ റിട്ടയർമെൻറ്റും നമുക്ക് പെൻഷനായിട്ട് ഫിക്സഡ് എമൗണ്ട്. ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂട്ടറി പെൻഷനൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും ഇപ്പം നമ്മളെ സംബന്ധിച്ചൊക്കെ ലൈഫ് ലോങ് അങ്ങനെ ഒരു റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പെൻഷൻ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ന്യൂനതകൾ, മൈനസൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഗ്രോത്ത്, ഇപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെയുള്ള ഒരു നമ്മുടെ ക്വാളിറ്റി എലിജിബിലിറ്റി ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ അതുപോലൊരു ഗ്രോത്ത് ഉണ്ടായിക്കോണം എന്നില്ല. പക്ഷേ പോസിറ്റീവ് ആസ്പെക്റ്റിന് മുൻതൂക്കം കൊടുത്തിട്ട് എന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് പറഞ്ഞാൽ പലപ്പോഴും ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊന്നും പഠിച്ചിട്ടൊന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ഗ്രോത്ത് കിട്ടാനായിട്ട് എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? എന്തായാലും മാമിൻ്റെ ഒരു അഡ്വൈസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നിരന്തരം ഒരു വാല്യൂ അഡീഷൻ വരുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആ ലേണിംഗ് ഒരു ഷുഡ് ബി എ കോൺസ്റ്റന്റ് പ്രോസസ് എന്നുള്ള ഒരു പോളിസിയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട്
അധികം വൈകാതെ ജോലി കിട്ടിയത് കൊണ്ട് പിന്നീട് PG തന്നെ ചെയ്തത് സർവീസിൽ ജോയിൻ ചെയ്തിട്ടാണ്. സർവീസിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇൻഫോം ചെയ്യണം ഒഫീഷ്യലി, അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഈവൻ MCA എടുത്തത് തന്നെ. പിന്നെ ഇപ്പോഴും സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. MSc സൈബർ ഫോറൻസിക്സ് ഓൾറെഡി ഒരു PG ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് MSc സൈബർ ഫോറൻസിക്സ് ഇപ്പം ഫിനിഷ് ചെയ്യാറായി ഓൾമോസ്റ്റ്. ഓൺലൈനായിട്ട് എക്സാമിനേഷൻ ഫിസിക്കൽ തന്നെ, ക്ലാസ്സസ് ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ ഓൺലൈൻ കോണ്ടാക്ട് ക്ലാസ്സസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യണത്, ഈ ജോലിയും പഠിപ്പും ഫാമിലിയൊക്കെ ആയിട്ട്? എല്ലാം കൂടി എനിക്ക് തോന്നുന്നു മനസ്സ് വെച്ചാൽ നമുക്കത് എല്ലാം നമ്മുടെ ഒരു താല്പര്യമാണ് അതിനകത്തെ ഒരു പ്രധാന ഘടകം. നമ്മളൊരു പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും സമീപിക്കുക, നമ്മുടെ ഒരു എയിം ഉണ്ടാവുമല്ലോ. നമുക്ക് എന്തെങ്കിലും സംതിങ് വി ഷുഡ് ലീവ് സം മാർക്ക് എന്നുള്ള ഒരു പോളിസി എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം നമ്മളെന്തെങ്കിലും ഇപ്പം ലക്ഷങ്ങൾ ജോലി ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിട്ട് പോകണു, നമ്മുടെ ജോലിയുടെ പീരീഡ് കഴിഞ്ഞു, എന്തെങ്കിലും നമ്മൾ സംതിങ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അല്ല, ഞാൻ ഒരു കാര്യം നമ്മൾ പണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ട് മോന് +2 കഴിഞ്ഞപ്പോഴേക്കും ആളെ പിടിച്ച് ഇപ്പോൾ IIM കോഴ്സൊക്കെ കണ്ടു. പക്ഷെ പലപ്പോഴും എനിക്ക് IIM ഡിഗ്രി കഴിഞ്ഞിട്ട് MBAക്ക് പോകണമെന്ന് എനിക്കറിയത്തുള്ളൂ. പക്ഷേ അവിടെ PG കോഴ്സ് ചെയ്യണം. അപ്പോൾ ഇതെനിക്കൊരു പുതിയ ന്യൂസായിരുന്നു നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരുടെ കണ്ടെത്തി, മോൻ കണ്ടെത്തിയോ അതോ? അല്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു ഓഡിയൻസിൻ്റെ ഒരു അറിവിൽ IIM ഇൻഡോറിലാണ് മോൻ പഠിച്ചത്. അപ്പോൾ അത് ആള് +2 കഴിഞ്ഞപ്പോൾ ഇവർ ഡിഗ്രിയും PGയും കൂടി ഒരുമിച്ചുള്ള കോഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തി. എന്നിട്ട് അവിടെ പഠിച്ച് ഇപ്പോൾ ആളിപ്പോൾ വളരെ നല്ല MX എവിടെ അമേരിക്കൻ എക്സ്പ്രസ്സിൽ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് കാരണം ആ കോഴ്സ് ഈ ഏർലി സ്റ്റേജിൽ കണ്ടെത്തി അദ്ദേഹം അവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതിനെപ്പറ്റി പറയാം. അത് IPM എന്നൊരു കോഴ്സാണ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്. അത് ആദ്യകാലത്ത് IIM ഇൻഡോറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 12th ശേഷം ഡയറക്റ്റ് ജോയിൻ ചെയ്യാം. നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് BTech ഒക്കെ കഴിഞ്ഞിട്ട് CAT എക്സാം ക്ലിയർ ചെയ്ത് പോകുന്നത് പോലെ തന്നെ CATന് സമാനമായ അത്രയും ലെവലില്ലെങ്കിലും 12th കഴിഞ്ഞിട്ട് അതേപോലെ ഒരു എക്സാം, ഈ IPM എക്സാം ക്ലിയർ ചെയ്താൽ അത് അന്ന് നാഷണൽ എത്രയോ 100 സംതിങ് സീറ്റ്സേ ഉള്ളായിരുന്നു ഓൾ ഓവർ ഇന്ത്യ. അത് റിട്ടേൺ ടെസ്റ്റും പിന്നെ ഇൻ്റർവ്യൂ GDM ഒക്കെ കഴിഞ്ഞിട്ടാണ് അന്ന് കയറിയത്. ഇപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കരിക്കുലവും എല്ലാം കുറച്ച് മാറ്റം, എക്സാമിനേഷൻ്റെ സിലബസും ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ സെന്റേഴ്സൊക്കെ തന്നെ ഇവിടെ എല്ലാം കേരളത്തിലൊക്കെ ആയിട്ടുണ്ട്. കോച്ചിങ് സെന്ററും ഉണ്ട്. അന്ന് കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ടൈമിലൊക്കെ കോച്ചിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എക്സാം സെന്റർ തന്നെ അന്ന് ബാംഗ്ലൂരും അങ്ങനെ മെട്രോ സിറ്റീസിലേ ഉള്ളൂ. ഇപ്പൊ കൊച്ചിയിലൊക്കെ എക്സാം സെന്റേഴ്സ് തുടങ്ങി. അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. കാരണം വളരെ നല്ല, ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്. കാരണം അവൻ MBBSന്റെ കോച്ചിങ്ങിന് ജസ്റ്റ് പോയിരുന്നു. പക്ഷെ അവനൊരു ക്വിസറൊക്കെയാണ്, നാഷണൽ ക്വിസ് വിന്നിങ് ടീമിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവന് കുറച്ചും കൂടി ഇങ്ങനെ ഒരു GK റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് താല്പര്യം. അപ്പം അന്ന് പക്ഷേ മെഡിസിൻ്റെ എൻട്രൻസിന് കോച്ചിങ്ങിന് പോയി. പക്ഷെ ഞാനും അതേസമയം തന്നെ ഇതും കണ്ടെത്തി അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അവൻ ക്വാളിഫൈഡ് ആയി. ഇത് ഭയങ്കര നല്ലതായിരുന്നു. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒത്തിരി കുറേ കോഴ്സൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അനാവശ്യമായിട്ട് പൈസയൊക്കെ ചിലവ് ചെയ്തോളൂ. പക്ഷേ ഇങ്ങനത്തേക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അത് തന്നെ കണ്ടെത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒട്ടുമിക്കത് അഫോർഡബിൾ ആണ്. എന്ന ഇത് അത്ര കോഴ്സ് ഫീ എങ്ങനെയാണ്? ഭയങ്കര ഫീ കുറച്ച് നല്ല എമൗണ്ട്, ഓൾമോസ്റ്റ് നല്ല എമൗണ്ട് എന്ന് പറയാം. എങ്കിലും പക്ഷേ അതിൻ്റെ ഗുണം വെച്ച് നോക്കുമ്പോൾ 100% പ്ലേസ്മെന്റ് ആണ്. അതും പ്ലേസ്മെന്റ് കിട്ടുന്ന ക്വാളിറ്റിയും കൂടി ചെയ്യുമ്പോൾ അതൊരു നഷ്ടമല്ല. ഇപ്പോൾ നമ്മളിപ്പോ വലിയ ഫീസ് കൊടുത്തിട്ട് ഫോറിനിലൊക്കെ പോണേ വെച്ച് നോക്കുമ്പോൾ വളരെ കമ്പാരിറ്റീവ്ലി വളരെ അതെ, തീർച്ചയായിട്ടും. കാരണം വൺസ് 100% പ്ലേസ്മെന്റ് ആണ്. അതും നല്ല കമ്പനികളിൽ പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ആ കോഴ്സിന്റെ സ്ട്രക്ചർ തന്നെ 5 years അണ്ടർ ഗ്രാജുവേഷനും PGയും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആണ്, കമ്പൈൻഡ് ആണ്.
അപ്പോൾ ആ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സൂര്യന് താഴെയുള്ള എല്ലാ സബ്ജക്റ്റും ആ അണ്ടർ ഗ്രാജുവേഷൻ പീരീഡില്ല ഫസ്റ്റ് 3 years പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 years കാറ്റൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് ഒരുമിച്ച് തന്നെ ഒരേ ബാച്ചാണ്. മനസ്സിലായി. അതാണ് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ കുട്ടികൾക്കും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടും വളരെ ഒരു എൻകറേജ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അവർക്കും ഒരു ഈവൻ വലിയ വലിയ ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ എല്ലാം ഒരു ഏബിളായി മാറും. ശേഷം ഓക്കെ നല്ല കാര്യം ഇതൊക്കെ കണ്ടെത്തിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഞാൻ അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ മാമിൻ്റെ കാര്യം ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിലും ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ കാര്യമാണ് ഇപ്പോഴും പല സോങ്ങൊക്കെ എഴുതി എന്നിട്ട് അത് ഷൂട്ട് ചെയ്യാനടക്കം കുറേ കാശൊക്കെ ചിലവാക്കിയിട്ടുള്ള ആളാണ്. അപ്പം ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒരു ആസ്പിറേഷൻ? എനിക്കൊന്ന് യേശുദാസ് വരെ പാടിയിട്ടുണ്ടോ? യേശുദാസ്, ജയചന്ദ്രൻ ഒക്കെ പാടിയിട്ടുണ്ട്. ലിറിക്സ് ആണ് മെയിനായിട്ട് ലിറിക്സ് ആണ് എഴുതുന്നത്. ചില സോങ്സ് കമ്പോസും ചെയ്തിട്ടുണ്ട്. ഓക്കെ. യൂട്യൂബിൽ മ്യൂസിക് ആൽബംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊരു എന്താ പറയുക നാച്ചുറൽ ഇൻഹറന്റ് ഒരു അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൽ പൈസ കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികം പൈസ ചെലവാക്കണം നല്ലതാണോ? എന്താണ് അതിൻ്റെ അഭിപ്രായം? നല്ലത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് നഷ്ടം വരാത്ത വിധത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എങ്കിലും തിരിച്ച് റീകോപ്പ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. എല്ലാ കേസിലും അത് നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ അതിനെപ്പറ്റി പലതും എനിക്ക് തോന്നുന്നു നിഖിൽജി തന്നെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ യൂട്യൂബിൽ നിന്നുള്ള ഒരു ഇൻകം ആക്കി ഇതിനെ മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ തന്നെ ഡെയിലി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പാട്ട് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് ടിപ്സ് എനിക്ക് വളരെയധികം ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാഞ്ഞിട്ടായിരിക്കും കുറച്ചൊക്കെ നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് സോങ്സൊക്കെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വളരെയധികം ആളുകൾ ഒരു പാട്ട് ഏതെങ്കിലും ഒരു ടീമുമായിട്ട് വർക്ക് ചെയ്താൽ പിന്നീട് നെക്സ്റ്റ് ഒരു അവസരം അവർ തന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ലിറിക്സിന് വേണ്ടി ചോദിക്കാറുണ്ട്. കാരണം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഞാനൊരു തിരുവാതിര എന്ന കലാരൂപം, അതും ഞാനൊരു തിരുവാതിര ട്രെയിനറാണ്. അങ്ങനെ അതിനുവേണ്ടിയും സോങ്സ് എഴുതി ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല എനിക്കെപ്പോഴും ഉള്ള റെസ്പെക്ട് തന്നെ. കാരണം ഇത് എന്തൊക്കെ ചെയ്യും ഒരാളെന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ എപ്പോഴും മാമിനെ കാണുമ്പോൾ എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സംസാരിക്കുമ്പോൾ. എനിക്ക് ഒന്ന് പറയാമോ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കരിയറിൽ പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും പൈസ മാനേജ് ചെയ്യണമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മാമിൻ്റെ ഒരു ലൈഫ് തോന്നണമെങ്കിൽ എത്രമാത്രം സന്തോഷമാണ് ഇങ്ങനെ നമ്മുടെ പൈസ മാനേജ് ചെയ്യണം? പൈസ സ്വന്തമായിട്ടാണ് മാനേജ് ചെയ്യാറ്? ഫാമിലി ആണോ മാനേജ് ചെയ്യാറ്? ഫാമിലി രണ്ടുപേരും മാനേജ് ചെയ്യുന്നുണ്ട്. മണി മാനേജ്മെന്റിൽ വളരെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് തന്നെ കണ്ടുപഠിച്ചിരിക്കുന്ന ഫാദർ ഒരു റോൾ മോഡലാണ്. കാരണം അവരൊക്കെ ശരിക്കും ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഇങ്ങനെ കുറച്ച് ഭൂസ്വത്തും അങ്ങനെ. ഫാദർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ കാലത്തെയൊക്കെ സാലറിയും ഒക്കെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാലും നല്ല സേവിങ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഒരുപാട് ചാരിറ്റി വർക്കും എൻ്റെ ഫാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ ലെവലിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അച്ഛന് സാധിച്ചിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മളും സേവിങ്സിനെ അച്ഛനിങ്ങനെ എല്ലാ എക്സ്പെൻസസും എല്ലാം റെക്കോർഡിലാണ്, എല്ലാം ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്തിരുന്നു. അതൊക്കെ നമുക്കും കുറേ ഫോളോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്ത് എക്സ്പെൻസും ഓരോ ദിവസവും ചെയ്യണ എക്സ്പെൻസൊക്കെ നോട്ട് ചെയ്തിടുക, സേവിങ്സിന് മാറ്റിവെക്കുക. എന്തിലെങ്കിലും ഇപ്പം ഗവൺമെൻറ് ജോലിക്കാരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പരിമിതികളും എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചൊക്കെ കൺവെൻഷണൽ സേവിങ്സ് മെത്തേഡും ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകളൊക്കെയാണ് ഗവൺമെൻറ് ജോലിക്കാർ ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പോഴൊക്കെ പുതിയ പുതിയ മ്യൂച്വൽ ഫണ്ടിലേക്കും ഷെയർ സെക്യൂരിറ്റീസ് എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. എങ്കിലും കുറേയൊക്കെ കൺവെൻഷണൽ മെത്തേഡിലാണ് പോണത്. അപ്പോൾ നമുക്ക് സേവിങ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഗവൺമെൻറ് ജോലിയിലും
ഓക്കെ സാധ്യമാണ്. ഓക്കെ ഓക്കെ ഇപ്പോൾ ചോദിക്കണമെങ്കിൽ ഇപ്പോൾ മാമിൻ്റെ ഒരു ലൈഫ് നോക്കണമെങ്കിൽ എന്തൊക്കെയാണ് സാമ്പത്തികമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തതെന്ന് മാമിന് ഇപ്പോൾ പറയാവുന്ന കാര്യങ്ങൾ? നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വീട് പണി ഒക്കെ ചെയ്തിരുന്ന സമയത്തൊക്കെ അത് നേരത്തെ പറഞ്ഞ പോലെ കൺവെൻഷണൽ രീതിയിൽ ചിട്ടി FD തുടങ്ങിയ അതിനെയൊക്കെ ആശ്രയിച്ചൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ കുറേയും കൂടിയൊക്കെ അവയർനെസ് വന്നപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് SIP, മ്യൂച്വൽ ഫണ്ട് അതിലേക്കെല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ സാധിക്കുമെന്ന് തന്നെയാണ്. നമ്മളൊരു പ്ലാനിങ്, എല്ലാത്തിനും ഒരു പ്രയർ പ്ലാനിങ് ഉണ്ടെങ്കിൽ നീക്കി വെക്കുക, സേവിങ്സിന് ഒരു എമൗണ്ട് നീക്കി വെക്കുക, എക്സ്പെൻസസ് മാനേജ് ചെയ്യുക. ഇപ്പം നമ്മൾ ട്രാക്ക് ചെയ്ത് എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും എവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, ഇപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അല്പം കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന കാര്യം എന്താണ്? ഒരു 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 മണി മാനേജ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ? അത് ഈ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലൊക്കെ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട്സിലേക്കും ഒക്കെ തന്നെ കുറച്ചും കൂടി ഒരു അവയർനെസ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ചാനലൈസ് ചെയ്ത് വിടാമായിരുന്നു എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഹസ്ബൻഡും മണി മാനേജ്മെന്റിൽ മോശമല്ല, എന്നെക്കാളും ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, നല്ല കാര്യം. ഇപ്പം നിങ്ങൾക്ക് തന്നെ രണ്ടുപേർക്കും ചില ജോലി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പക്ഷേ നമ്മളൊരു സാധാരണ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മാം കണ്ടിട്ടുള്ളതിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് പിൻ പോയിന്റ് ചെയ്യണമെങ്കിൽ വല്ലതും കണ്ടിട്ടുണ്ടോ അങ്ങനെ? അതെനിക്ക് തോന്നുന്നത് ഈ ലോൺ എടുക്കുന്ന ശീലം തന്നെയാണ്. ലോൺ നമ്മളേറ്റവും ലോൺ എന്നുള്ളതൊരു വലിയൊരു ഒരു വിഷ്യ സർക്കിളാണല്ലോ ലോണിൽ പെട്ടുകഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ശീലം ഗവൺമെൻറ് ജോലിക്കാർക്ക് കൂടുതലുണ്ടെന്ന് തന്നെ തോന്നണം. ഞാനിപ്പം ഞങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ഉണ്ട്. അതിലൊരു 10 വർഷം കമ്മിറ്റി മെമ്പറും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവിടെ. അപ്പോൾ ആളുകൾ ലോൺ എടുക്കാനുള്ള ഒരു ടെൻഡൻസി, എന്നാൽ ഈ ലോൺ ആവശ്യമാണോ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതിനേക്കാളും ലോൺ അവൈലബിൾ ആണെങ്കിൽ എടുക്കുക. പുതിയ പുതിയ ലോണുകൾ സൊസൈറ്റി മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകാമെന്നൊരു ആ ഒരു വിഷ്യ സർക്കിളിൽ തന്നെ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഇത് കൂടുതലുണ്ട്. എന്തായിരിക്കും ഒരു നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ ഒത്തിരി ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മാമിൻ്റെ ഒരു സക്സസ്ഫുൾ കരിയറിൽ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഇനിയൊരു 3 വർഷം കൂടിയാണ് റിട്ടയർമെൻറ്റിനുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ട് സാമ്പത്തികവും ഇവൻ ലൈഫും ഞാൻ വളരെയധികം റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ്. എന്തായിരിക്കും ഒരു അഡ്വൈസ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനുള്ളത്? ഓഡിയൻസിന് ഇത് തന്നെയാണ്, സേവിങ്സിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. ഇതുപോലെ എനിക്ക് തോന്നുന്നു പുതിയ പുതിയ മെത്തേഡ് ഇപ്പം നിങ്ങളെ പോലുള്ളവർക്ക് അതിനെ ഒരുപാട് ഗൈഡ് ചെയ്യാൻ പറ്റും. പഴയ കാലങ്ങളിൽ ഇതുപോലെ ഗൈഡ് ചെയ്യാൻ ആളുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവയർനെസ് ഇല്ല. അപ്പോൾ ഈ കൺവെൻഷണൽ മെത്തേഡ്സ് അങ്ങ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, പക്ഷെ ഇപ്പോൾ ഒരു എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടി, ഉടനെ തന്നെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ലോൺ ഉള്ളത് ക്ലോസ് ചെയ്യുന്നു. അതൊക്കെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു പല രീതിയാണ്. അതത്ര വൈസാണോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഗൈഡ് ചെയ്യാനുള്ളപ്പോൾ ശരിക്കും വലിയൊരു അനുഗ്രഹമാണത്. അപ്പോൾ അതുപോലെ അപ്രോച്ച് ചെയ്യുകയും കൺസൾട്ട് ചെയ്യുകയും ചെയ്യുന്നത് വലിയ ഗുണകരമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ തമ്മിൽ തന്നെ ഇപ്പോൾ ഒരു 3-4 വർഷം ആയുള്ളൂ. അതൊരു കുറച്ച് എൻ്റെ ശീലങ്ങളിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് സമയം തന്നതിനും ഈ ഒരു വർത്തമാനം പറയാനായിട്ട്, എനിക്കറിയാം ജോലി സമയത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എത്തിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളത്, അതിന് സമയം കണ്ടെത്തിയതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.